ഞാൻ തിരുവെഴുത്തിൽ പ്രൊഫറ്റിക്കലായി നമുക്ക് പല നന്മകളും ഓപ്പണാക്കാനുള്ള അനുമതി ദൈവം തന്നിട്ടുള്ളതായി ഞാൻ വായിച്ചു. നന്മകൾ എന്ന് പറയുമ്പം കേവലം സാമ്പത്തികമാകുന്ന നന്മയാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ദൈവഭക്തൻ്റെ നന്മ എന്ന് പറയുന്നത് അവൻ്റെ വാഗ്ദത്തം, അവന് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവം അവൻ എന്ന വ്യക്തിയിൽ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം, ആ വിളിക്കകത്ത് അവന് കൊടുത്തിരിക്കുന്ന വരങ്ങൾ, കൃപകൾ, ആത്മശക്തി, സ്പിരിച്വൽ സെൻസ് ചെയ്യാനുള്ള അതോറിറ്റി, അങ്ങനെ ഒരു കൂട്ടം ബ്ലെസ്സിങ്സിൻ്റെ ഒരു കലവറയാണ് ശരിക്കും ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ നന്മ എന്നൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് എല്ലാം നമുക്ക് വെറുതെ ഇരുന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നേ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി തിരുവെഴുത്തുകൾ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ തിരുവെഴുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ, ബൈബിളിലുള്ള ഒരു വലിയ സങ്കല്പമാണ് പ്രൊഫറ്റിക്കലി അൺലോക്കിംഗ് അവർ ബ്ലെസ്സിങ്സ് എന്നുള്ളത്. പ്രവചനാത്മകമായി നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് അനുവദിക്കപ്പെട്ട ബ്ലെസ്സിങ്സിനെ അൺലോക്ക് ചെയ്തെടുക്കാം. ദൈവം അനുവദിച്ച ബ്ലെസ്സിങ്സിനകത്ത് ലോക്കില്ല, എന്നാൽ ദൈവം അനുവദിച്ചു തന്ന ബ്ലെസ്സിങ്ങിനെ ലോക്ക് ചെയ്യുന്ന ഒരു വേൾഡിനെ താണ്ടി വേണം ആ ബ്ലെസ്സിങ് എന്നിലേക്കും മാന്യ സുഹൃത്തിലേക്കും വന്നെത്താനുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, സ്വർഗീയ വാതിലുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ അവകാശമാണ്. പൗലോസിൻ്റെ യാത്രകളെ പലപ്പോഴും തടയാൻ ദേശശക്തികൾ ശ്രമിച്ചിരുന്നു. മിഷണറി യാത്രകൾ തടയാൻ ദേശശക്തികൾ ശ്രമിച്ചിരുന്നു. ഇതെന്നോടുകൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ചില കൂട്ടർ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. യാത്രകൾക്ക് ഇറങ്ങുമ്പോൾ തടസ്സം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തടസ്സം, ലോണിന് വേണ്ടി പോകുമ്പോൾ തടസ്സം, വിവാഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തടസ്സം, വീട് വെക്കാൻ ഇറങ്ങുമ്പോൾ തടസ്സം. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പോരാട്ടം എന്ന ഒരു സെഗ്മെൻറ്റിനകത്താണ് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതെങ്കിലും ഇതൊരു ലോക്കാണ്, ഇതൊരു പൂട്ടാണ്. അപ്പോൾ ആ പൂട്ടിനെ, ഈ ലോക്കിനെ എന്ത് ചെയ്യണം? അൺലോക്ക് ചെയ്യണം. ഈ പൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളൊരു ചാവി ഇതിന് സ്യൂട്ടാവുമെന്നെങ്കിലും നോക്കാം. പക്ഷെ ഈ പൂട്ട് കാണാൻ പറ്റുന്ന പൂട്ടല്ല, ഇത് ഇൻവിസിബിൾ ലോക്കാണ്. ഇതൊരു സ്പിരിച്വൽ ലോക്കാണ്, ഇതൊരു സ്പിരിച്വൽ വേൾഡുമായി ബന്ധപ്പെട്ടൊരു ലോക്കാണ്. അപ്പോൾ ഈ ലോക്കിനെ ഈ ഭൂമിയിൽ പണി കഴിപ്പിച്ച ഒരു താക്കോൽ കൊണ്ട്, ഒരു കീ കൊണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു സ്പിരിച്വൽ പാറ്റേണിൽ മാത്രമേ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾക്കകത്ത് നിന്ന് പ്രതിസന്ധി അനുഭവിക്കുന്ന, ആത്മീയ ജീവിതത്തിനകത്തൊന്ന് നിന്ന് പിഴയ്ക്കാൻ സമ്മതിക്കാതെ, ഒരു കാര്യത്തിനകത്തൊരു മുന്നേറ്റം തരാതെ, എവിടെ ഇറങ്ങിയാലും എന്തിനിറങ്ങിയാലും തടസ്സവും തളർച്ചയും ഇട്ട് ആരെങ്കിലും ഒക്കെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് മാന്യ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. പ്രൊഫറ്റിക്കലായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യാൻ ഇന്ന് ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ചലിക്കാതെ ഇരിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ദൈവം പ്രൊവൈഡ് ചെയ്തു, പക്ഷേ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. എവിടെയോ എനിക്കും സ്വർഗത്തിനും ഇടയിൽ എവിടെയോ എൻ്റെ കൈ തൊടാൻ പറ്റാത്ത ഇടത്ത്, എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഇടത്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ അതിനെ പ്രവാചകാത്മാവിൻ്റെ അല്ലെങ്കിൽ പ്രവാചകാത്മക നിലപാടിലൂടെ തുറക്കുവാൻ ദൈവത്തിൻ്റെ ആത്മനിയോഗം ലഭിച്ച ആരെങ്കിലും ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് നിങ്ങൾക്ക് ചില ടിപ്പുകൾ തരും. നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് അൺലോക്ക് ചെയ്യാൻ നിങ്ങളെ ബലപ്പെടുത്തിയിരിക്കും. എങ്ങനെയാണ്? ഒന്ന്, നമുക്കെങ്ങനെ പ്രൊഫറ്റിക്കലായിട്ട് നമ്മുടെ ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യാം? നമ്പർ 1, പ്രൊഫറ്റിക് ഡിക്ലറേഷൻസ് നടത്തുക.
പ്രൊഫറ്റിക് ഡിക്ലറേഷൻസ് നടത്തുക. എങ്ങനെയാണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാഠമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താട്ടെ, 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ദൈവത്തിൻ്റെ മഹത്വം എടുത്തു കളയാൻ ആർക്കും പറ്റത്തില്ല. എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ, എസ്പെഷ്യലി സാമ്പത്തികമാകുന്ന ചില ബുദ്ധിമുട്ട്, സ്ട്രഗിൾസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, നമ്മുടെ പ്രവർത്തികളും പ്രയത്നങ്ങളും ഒക്കെ പ്രാർത്ഥനകളും ഒക്കെ തന്നെയും നിഷ്ഫലമാണ് എന്ന് നമ്മുടെ ഉള്ളു സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നേരെ വിരൽ ചൂണ്ടുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് നേരെയാണ്. പക്ഷെ ദൈവമായ പിതാവ് പൗലോസ്ലീഹയിലൂടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ഇന്നും എന്നും എന്നേക്കും, എന്നേക്കും മഹത്വം. ആമേൻ എന്ന് പറയുമ്പോൾ ഈ മഹത്വത്തിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പൗലോസ് 19-ാമത്തെ വാക്യത്തിൽ മുന്നോടിയായി പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ വാക്യത്തെ നാം ഡിക്ലെയർ ചെയ്യണം. അതാണ് പ്രൊഫറ്റിക് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ വാക്യത്തെ പ്രൊഫറ്റിക്കലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഈ വാക്ക് ആവർത്തിച്ച് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തെ അവൻ്റെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുകയാണ്. മഹത്വമുള്ള ദൈവം എന്തൊന്ന് ചെയ്താലും അതിനകത്ത് ദൈവിക മഹത്വം വെളിപ്പെട്ടിരിക്കും. മഹത്വമുള്ള ദൈവം സംസാരിച്ച വചനത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗിക്കുമ്പോൾ ആ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. നോക്കിയേ, സ്വർഗീയ വാതിലുകൾ പോലും തുറക്കപ്പെടുമെന്നുള്ളത് ബൈബിൾ സത്യമാണ്. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പ്രിയപ്പെട്ടവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, യോശുവയുടെ പുസ്തകം യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ആർക്കാണ് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നതെന്ന് നോക്കിയേ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഒന്നുകൂടെ അത് ഡിക്ലെയർ ചെയ്തേ: നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ബൈബിൾ സത്യമല്ല എന്ന് പറയുന്നവരില്ലാത്തത് കൊണ്ട്, ഈ മീറ്റിംഗിൽ ഇപ്പോൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു മനുഷ്യൻ പോലും കർത്താവായ യേശു സത്യമല്ല എന്ന് പറയാത്തത് കൊണ്ട്, യാഹുവ സത്യമല്ല എന്ന് പറയാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറയാത്തത് കൊണ്ട്, ദൈവവചനത്തെ രാവും പകലും അപ്പമായി കാണുന്നവർ, ജീവനായി കാണുന്നവർ, ജലമായി കാണുന്നവർ, വായിലത് ഉരുവിട്ടുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് കൊണ്ട്, നിങ്ങൾക്കുള്ളതെല്ലാം ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്: ഈ വചനം എൻ്റെ അവകാശം, ഈ അവകാശം എൻ്റെ ധനം. ഇതിൽ പറയുന്നു, നിന്റെ പ്രവൃത്തി സാധിക്കും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ. തിരുവെഴുത്തിൽ പറയുന്നു, തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. യോശുവ പറയുന്നു, അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു വേർഡ് പ്രൊഫറ്റിക്കലായി ഡിക്ലെയർ ചെയ്യുന്നവന്റെ പ്രവൃത്തി സാധിക്കും. ഞാൻ ഇങ്ങനെയും കൂടെ കയറി പറയട്ടെ: അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ആമേൻ പറയും. അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒപ്പുവെക്കും. അവൻ വിശ്വസിക്കുന്ന കാര്യത്തിന്മേൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. അവൻ മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിന്മേലും പരാജയം കാണത്തില്ല. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. ഒരു വാക്ക് കേറി പറഞ്ഞോട്ടെ: അവൻ
ഹിസ്കിയാവിനെ പോലെ വേനൽക്കാലത്ത് വിതച്ചാൽ, അവൻ ഹിസ്കിയാവിനെ പോലെ സീസൺ അല്ലാത്ത സമയത്ത് വിതച്ചാലും ദൈവത്തിന്റെ ആത്മാവ് അത് വളർത്തിക്കൊടുക്കും. ദൈവത്തിന്റെ ആത്മാവ് അത് വളർത്തിക്കൊടുക്കും. അതെന്നാന്നറിയാവോ? അത് അപ്പൻ മുതൽ തുടങ്ങിയ ദൈവത്തിന്റെ സ്നേഹമാത്. അപ്പൻ മുതൽ തുടങ്ങിയ ദൈവത്തിന്റെ സ്നേഹമാത്. റാംഷെന്റേനെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊരു പ്രവർത്തിക്ക് ഇറങ്ങിയാലും സാധിക്കാത്ത, നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ പോലും ഫലം കാണാൻ അനുവദിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന, നിങ്ങളൊരു നല്ല വാക്ക് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാൻ എന്നവണ്ണം പോലും പോയാലും അവിടെ ആ വാക്ക് തെറ്റിദ്ധരിച്ച അസമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തുറന്നിടുന്ന, നിങ്ങളൊരു നന്മയ്ക്ക് എന്ന് പറഞ്ഞ് ചെയ്താലും അത് തിന്മയ്ക്കായി ഭവിക്കുന്ന, നിങ്ങളൊരു വളർച്ചയ്ക്ക് എന്നവണ്ണം ചെയ്താലും തളർച്ച മാത്രം കൈമുതലായി വരുന്ന, ലാഭത്തിന് എന്ന് പറഞ്ഞ് വിതച്ചാൽ നഷ്ടം കയ്യിലേന്തേണ്ടി വരുന്ന ഒരു ശാപബന്ധനം, ഒരു ശാപക്കെട്ട് ഈ വചന ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ കത്തി അഴിയട്ടെ. ഈ വചന ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ കത്തി അഴിയട്ടെ. ഈ വചന ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ കത്തി അഴിയട്ടെ. കുഞ്ഞേ, നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാ പോലും അവിടെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചെടുക്കാൻ പറ്റാത്ത പോലെ നിന്നെ പാറ്റിക്കൊണ്ടുപോകുന്ന ദുഷ്ടന്റെ കാറ്റിനെ ദൈവം ഇന്ന് അടച്ചിരിക്കും. ഒമ്പതാമത്തെ വാക്യത്തിലോട്ട് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി വായിച്ച ഒരു വാക്യം കൂടെ എനിക്ക് ബലത്തിനായിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എന്തിനാ യോശുവയോട് അങ്ങനെ ഒരു വാക്ക് പറയുന്നത്? കൽപ്പിച്ചുവല്ലോ എന്ന് പറയുന്നത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഭയപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പം, തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം വരുമ്പം, ഞാൻ ഉദ്ദേശിച്ചതുപോലത്തെ ഒരു ക്ലൈമറ്റ് അല്ലല്ലോ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എത്ര വചനം കേട്ടാലും എത്ര വാഗ്ദത്തങ്ങൾ കേട്ടാലും മറന്നു പോകാൻ സാധ്യത ഉണ്ട്. മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. എന്തുകൊണ്ട്? ദൈവം ഒരു വാക്ക് എടുത്തു പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, എന്നെയും നിങ്ങളെയും ഉറപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കവനന്റിനകത്താണ്. ദൈവത്തിൻ്റെ കവനന്റിനകത്താണ്. ആ കവനന്റ് ഭേദിക്കാൻ സാത്താന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ കവനന്റ് ഭേദിക്കാൻ സാത്താന് കഴിയത്തില്ല. ദൈവം എനിക്ക് തേജസ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കവനന്റ് ഭേദിക്കാൻ സാത്താന് കഴിയത്തില്ല. ദൈവം എനിക്ക് നിങ്ങൾക്കും ഇട്ടിരിക്കുന്ന രക്തത്തിൻ്റെ കവനന്റ് ഭേദിക്കാൻ സാത്താന് കഴിയത്തില്ല. അവന് ഭയപ്പെടുത്തുന്ന ശബ്ദം കവനന്റിന് അപ്പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റും. അവന് ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ കവനന്റിന് അപ്പുറത്ത് നിന്ന് കാണിക്കാൻ പറ്റും. പക്ഷെ ദൈവ കൽപ്പന ഹൃദയത്തിനകത്ത് മുഴങ്ങുന്ന ഒരു ഭക്തൻ ഇന്ന് ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ കവനന്റിനകത്ത് നിന്നുകൊണ്ട് ആ ദുഷ്ടനെ ശാസിക്കട്ടെ. Mighty name of Jesus. Oh Rabasi kama mama. അങ്ങനെ ഒരു കവനന്റിനകത്ത് നിന്നോണ്ടേ നമുക്ക് എന്തും തുറക്കാനൊക്കത്തുള്ളൂ. മോശ പാറ പൊട്ടിച്ചാണെങ്കിൽ പോലും വടിയുള്ളത് കൊണ്ടല്ല, കവനന്റിനകത്ത് നിന്നോണ്ടാ, ഉടമ്പടിക്കകത്ത് നിന്നോണ്ടാ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. രണ്ട്, എനിക്ക് എൻ്റെ ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യണമെങ്കിൽ പ്രവാചകാത്മക പ്രാർത്ഥനകൾ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കണം. പ്രവാചകാത്മക പ്രാർത്ഥനകൾ. നമ്മുടെ പ്രാർത്ഥന സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാകാതെ
അത് പ്രവാചകാത്മകമെന്ന് ഉറപ്പ് വരുത്തുന്ന പ്രാർത്ഥനകളായിരിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കൂ, നമുക്ക് ഇന്ന് നടക്കേണ്ട കാര്യം ഈ വർഷം കഴിഞ്ഞ് നടന്ന് ദൈവത്തിൻ്റെ ഔദാര്യം പറ്റിക്കോളാം എന്ന ഒരു നിലപാടിൽ നിന്ന്, ദൈവം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് നടക്കേണ്ട കാര്യം ഇന്ന് നടക്കണം, ഇന്ന് പ്രാപിക്കേണ്ട ബ്ലെസ്സിങ് ഇന്ന് പ്രാപിക്കണം, ഇന്ന് ആക്ടിവേറ്റ് ആകേണ്ട കൃപാവരം ഇന്ന് ആക്ടിവേറ്റ് ആകണം, ഇന്ന് ചെയ്യേണ്ട ശുശ്രൂഷ ഇന്ന് ചെയ്യണം, ഇന്ന് പുറത്തു പോകേണ്ട ഡീമൺ ഇന്ന് പുറത്തു പോകണം. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ ലോട്ടറി അടിക്കുന്നത് പോലെ ഒരു ചെറിയൊരു വിടുതലും ചെറിയൊരു കാറ്റും ചെറിയൊരു ആശ്വാസവും എന്നത് എല്ലാവരും അനുഭവിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങൾക്കകത്ത് വ്യക്തമായി ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു 21 ഡേയ്സ് എന്നത് ദാനിയേലിട്ട ഒരു ഫാസ്റ്റിംഗ് ടൈമാണ്. 21 ദിവസം യഹോവയോട് കണ്ട ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ദാനിയേലിട്ടൊരു ടൈമാണ്. ആ ടൈം പാലിക്കാൻ ഇപ്പോൾ ദൈവം നിർബന്ധിതനായിരിക്കുകയാണ്. മൈ ഗോഡ്, അതാദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിപ്പോയി. ആ സമയം പാലിക്കാൻ ദൈവവും തൻ്റെ സന്നാഹവും നിർബന്ധിതരായിരിക്കുകയാണ്. ഇനിയിപ്പം പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു വന്ന് എത്ര മല്ല് പിടിച്ചാലും 21.5 ദിവസത്തിലേക്ക് പോകാൻ ഒക്കത്തില്ല. 21 ദിവസത്തിനകത്ത് മറുപടി കിട്ടിയിരിക്കണം. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 10-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു തടസ്സമാണ്. അയ്യോടാ, ഞാൻ വന്നതാടാ, 1-ാമത്തെ ദിവസം പുറപ്പെട്ടതാടാ, ഭയങ്കര പോരാട്ടമായിരുന്നടാ, എന്താടാ നിനക്കെതിരെയുള്ള വെല്ലുവിളി, ഭയങ്കരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ദൂതൻ വന്ന് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തൊന്നും ദാനിയേലിനോട് സംസാരിച്ചില്ല. 21-ാമത്തെ ദിവസവും ഇങ്ങനെ പോയാൽ മറുപടി ദാനിയേലിൻ്റെ കയ്യിൽ എത്തത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് സ്വർഗം അടുത്ത ഒരു സ്റ്റെപ്പ് വെച്ചു, അല്ലെങ്കിൽ അടുത്തൊരു മൂവ് ചെയ്തു. മീഖായേലിനെ കൂടെ സഹായത്തിന് അയച്ചു. എവിടെ? ഈ മീറ്റിങ്ങിൽ ആത്മാവുള്ളവരുണ്ടോ? പ്രവാചകാത്മാവിൽ ഒരു തീരുമാനം ഒരു മനുഷ്യനെടുത്താൽ, പ്രവാചകാത്മാവിൽ ഒരു ഡിസിഷൻ ഒരു മനുഷ്യനെടുത്താൽ, പ്രവാചക ദർശനത്തോടുകൂടെ ഒരുവൻ കയറി പ്രാർത്ഥനാപ്പായിലിരുന്നാൽ അവന് വേണ്ടി ചലിക്കുന്ന സ്വർഗമുണ്ട്. അത് 21 നീ തീയതിയിട്ടാൽ ദൈവം ഞാൻ 2:21 നീ ഇരിക്കി തരാമെന്ന് പറയുന്ന ദൈവമല്ല. നീ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി യുദ്ധം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് ചെയ്യേണ്ടത് നീയല്ല, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മറുപടി 21 നിന്റെ കയ്യിലെത്തിയിരിക്കും. ഞാൻ ആത്മാവിലാകുന്നു ഇത് സംസാരിക്കുന്നത്. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ആരോടോ, ഈ ഉപവാസ പ്രാർത്ഥനയിലിരിക്കുന്ന ആരോടോ, 3 ദിവസമാകാം, 7 ദിവസമാകാം, 21 ആകാം, 40 ആകാം, ഇപ്പോൾ ചില പ്രത്യേക വിഷയത്തിന് വേണ്ടി ഉപവാസത്തിൽ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, മറുപടി നിന്റെ കയ്യിൽ വരാൻ എത്ര രാജ്യശക്തികൾ പൊരുതിയാലും, എത്ര എതിർപ്പിന്റെ ശക്തികൾ നോ എന്ന് ശബ്ദം മുഴക്കിയാലും, ഒരു വലിയ സൈന്യം തന്നെ നിനക്ക് നേരെ പാഞ്ഞു വന്നാലും, ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ മറുപടി നിന്റെ കയ്യിലിരിക്കുന്നതിന്റെ മാനദണ്ഡം ഞാൻ ദൈവ സന്നിധിയിൽ ഇത്രയും ദിവസം ഇരിക്കും എന്നുള്ള ഒരു തീരുമാനമാകുന്നു. ആ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം, അല്ലെങ്കിൽ പിന്തിരിയുന്നത് വരെ ദൈവവും നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് പിന്തിരിയത്തില്ല. ദൈവവും നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് പിന്തിരിയത്തില്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ദൈവികമാകുന്ന വാതിലുകളും ഈ കാലഘട്ടത്തിൽ തുറക്കപ്പെടട്ടെ. എൻ്റെ ജന്മസ്ഥലത്തെയും വംശത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന നിലകളിൽ അത് പ്രാർത്ഥിക്കണം. ബൈബിളിലത്തെ പ്രവാചക അനുഭവം എടുത്താൽ, ബാലിന്റെ ദൈവത്തോട് അല്ലെങ്കിൽ ശത്രുവിൻ്റെ പ്രവാചകന്മാരോട്, ദുരാത്മാവിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരോട് തോറ്റുപോകുമായിരുന്നു. എന്തെങ്കിലും മഴ പെയ്തെങ്കിൽ ഏലിയാവ്
പക്ഷെ ഏലിയാവിനെ സംബന്ധിച്ച് അവർ വെച്ച ചലഞ്ചിന് ആ സ്പോട്ടിൽ, ആ ഡെസ്റ്റിനേഷനിൽ, ആ ടൈമിൽ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ശരിയല്ലേ? എന്നെങ്കിലും വിടുതൽ അതെല്ലാവർക്കും ഉണ്ടാകും. പ്രാർത്ഥിച്ചാലും ഉണ്ടാകും, പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉണ്ടാകും. ചിലരിങ്ങനെ പറയാറുണ്ട്, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. യെസ്, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. പക്ഷെ പ്രകൃതിയിലെ ചില നിയമങ്ങളെ പോലും മറികടന്നുകൊണ്ട് ദൈവം ചില ദൈവപ്രവർത്തികൾ, അതിനെയാണല്ലോ തിരുവെഴുത്തിനകത്ത് അസാധാരണ പ്രവർത്തികൾ എന്ന് തന്നെ നമ്മൾ വായിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെ, ഹിബ്രുവിലും അങ്ങനെ തന്നെ, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ, തമിഴിലും അങ്ങനെ തന്നെ, കന്നഡയിലും അങ്ങനെ തന്നെ. അസാധാരണ, എങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താലും സാധാരണമല്ലാത്ത, സാധാരണമല്ലാത്ത, സാധാരണമല്ലാത്ത. എന്നൊന്ന് ലിസൺ ചെയ്തേ, എന്നെ ഒന്ന് കേട്ടെ. എൻ്റെയും നിങ്ങളുടെയും ദൈവം സാധാരണ പ്രവൃത്തി ചെയ്യുന്ന, സാധാരണനാകുന്നൊരു ദൈവമല്ല, അസാധാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന, അസാധാരണമാകുന്നൊരു ദൈവമാകുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ മഴയുടെ വാതിലുകൾ എങ്ങനെ തുറന്നു? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം 41 മുതൽ 45 വരെ പഠിക്കുമ്പോൾ എങ്ങനെ തുറന്നു? പ്രവാചകാത്മക നിലപാടുള്ളത് കൊണ്ട് തുറന്നു. പ്രവാചകാത്മക നിലപാടുള്ളത് കൊണ്ട് തുറന്നു. ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മിനിസ്ട്രിയാണ് പ്രൊഫറ്റിക് മിനിസ്ട്രി. ഞാനതിന്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വായി തോന്നിയത് എന്തും വിളിച്ചു പറയുന്നതല്ല പ്രവാചകാത്മാവ്. അകത്തുനിന്നൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ എപ്പോഴും എന്തെങ്കിലും വിളിച്ചു പറയുന്നൊന്നും നിങ്ങൾക്കാർക്കും കേൾക്കാനൊക്കത്തില്ല. അകത്ത് വല്ലാത്തൊരു തിക്കലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വേർഡ് പുറത്തോട്ട് വിടുകയുള്ളൂ. അല്ലെങ്കിൽ മര്യാദയ്ക്ക് വചനവും സംസാരിച്ചിട്ട് പോകും. പക്ഷെ അകത്തൊരു തിക്കലുണ്ട്. ഇത് ഡിക്ലെയർ ചെയ്യണം, ഇത് ഡിക്ലെയർ ചെയ്യണം, ഇത് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അതവിടെ സംഭവിച്ചിരിക്കും. അത് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. പലരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ പറഞ്ഞതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്ന് ചിലപ്പോൾ മീറ്റിങ്ങിന് 300 പേര് കാണും. പക്ഷെ ഒരാൾക്കായിരിക്കും ആ വേർഡ്, പാസ്റ്റർ ഇങ്ങനെ ഒരു സാധ്യതയില്ലായിരുന്നു പാസ്റ്റർ ആ വേർഡ് പറഞ്ഞു, ഞാൻ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു, അടുത്ത ദിവസം സംഭവിച്ചു. അത് പാസ്റ്ററുടെ മഹത്വം അല്ല, അത് പാസ്റ്ററുടെ അകത്ത് തന്ന ആ ഒരു ശബ്ദത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടും അതിനനുസരണം കാട്ടിയത് കൊണ്ട് ദൈവം ചെയ്ത ദൈവപ്രവൃത്തി തൻ്റെ നാമമഹത്വത്തിനായി. ഇപ്പൊ ഏലിയാവിൻ്റെ ജീവിതത്തിൽ മഴയുടെ വാതിലുകൾ എങ്ങനെ തുറന്നു എന്നുള്ളത് ഏലിയാവിൻ്റെ പ്രവാചകാത്മക നിയോഗവും ബന്ധവും, ദൈവവുമായിട്ടുള്ള ബന്ധവും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നു, ചില വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ കോമ്പറ്റീഷൻ്റെ മത്സര കളമൊരുക്കി നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി എന്തിയോ ഒന്ന് കാണിച്ച്, നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു മാറ്റി കാണിച്ച്, നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ ഇറക്കി കാണിച്ചേ എന്ന് പറഞ്ഞ് മത്സരക്കളം ഒരുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏലിയാവിൻ്റെ ദൈവം അത്രേ എൻ്റെ ദൈവം. ആ ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് മഴയുടെ വാതിലുകൾ തുറന്നതുപോലെ ആഹാബിനോട് വെല്ലുവിളിച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞെങ്കിലും മഴയെങ്കിലും പെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഏലിയാവിൻ്റെ ജീവിതത്തിൽ തീയുടെ വാതിലുകൾ തുറന്നതുപോലെ ചില മത്സര കളങ്ങൾ ഒരുക്കി നിർത്തിയിട്ട് വെല്ലുവിളിച്ച സമയം, എൻ്റെ ദൈവം ഞാൻ ചോദിച്ചാൽ തീയുടെ വാതിലും തുറക്കും മഴയുടെ വാതിലും തുറക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് വിശ്വാസമുണ്ടോ? ഇന്ന് ചിലത് കരിച്ചു കളയാൻ തീ ഇറക്കണമെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങുമെന്നും, ഇന്ന് ചിലതിനെയൊക്കെ അണയ്ക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ തുറക്കുമെന്നും, ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ വരണ്ട അവസ്ഥയിൽ ഒരു മഴയുടെ വാതിലുകൾ തുറക്കുവാൻ ഇന്ന് ഈ വചനത്തിനകത്ത് ഞാൻ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ ആ മഴയുടെ വാതിലുകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ നിയോഗത്തോടെ ഞാൻ ഈ വേർഡ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യാണ്, ഇന്ന് മഴയുടെ ഒരു വാതിലുകൾ, തണുപ്പിന്റെ ഒരു വാതിലുകൾ, സമാധാനത്തിന്റെ വാതിലുകൾ, സ്വസ്ഥതയുടെ വാതിലുകൾ, ആത്മവീര്യത്തിന്റെ വാതിലുകൾ ഈ വേർഡ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് തുറക്കട്ടെ 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 തുറക്കട്ടെ.
ചില വിണ്ടുകീറിയ ജീവിതങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ ഒരു നനവ് ദൈവത്തിന്റെ ആത്മാവ് തുറന്നിരിക്കും. ഏലിയാവിന്റെ ദൈവം അത്രേ എന്റെ ദൈവം. തിരുവെഴുത്തിൽ ഇങ്ങനെയും കൂടെ വായിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, സമസ്വഭാവമുള്ള മനുഷ്യൻ, സമസ്വഭാവം. അയ്യോ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ കരയുന്ന ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ. ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ മതി മിനിസ്ട്രി എന്ന് പറയുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. ചില വേദനകൾ വരുമ്പോൾ അയ്യോ എനിക്കിനി വയ്യായേ എന്ന് പറയുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ ചില പോരാട്ടങ്ങൾ വരുമ്പോൾ എങ്കിൽ ഞാൻ പോയി മുട്ടുമടക്കി പ്രാർത്ഥിക്കും എന്ന് പറയുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ ചില സമയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്ന് പറയുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ ചില പ്രതിസന്ധി വരുമ്പോൾ ദേഷ്യം വരുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടും പിന്നെന്താ ആഹാബും ഇസബേലും എനിക്കെതിരായി സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്നാൽ ചില അഴിമതിയും അക്രമങ്ങളും കാണുമ്പോൾ, ചില പോരാട്ടങ്ങൾ കാണുമ്പോൾ, ചില ബന്ധനങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ എന്റെ ദൈവമോ, എന്റെ ദൈവം ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യിക്കുകയില്ലെന്ന് തോളിലെ സ്റ്റാർ എണ്ണാതെ രാജാവിനോട് പറയുന്ന ആത്മവീര്യമുള്ള സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇന്ന് അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. എന്തോ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറയുന്നവരെ അല്ല. കരച്ചിൽ വരുമ്പോൾ കരയുന്ന, ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന, എന്നാൽ പിന്നെ ദൈവസന്നിധിയിൽ ചെന്ന് അപ്പ സോറി അപ്പ പറ്റിപ്പോയപ്പ എന്ന് പറയുന്ന, ഛായയില്ലാത്ത, മുഖം മൂടി അണിയാത്ത, അവൻ ആട്ടുരോമം പോലത്തെ ചെന്നായിയുടെ രോമം ധരിക്കാത്ത സമസ്വഭാവമുള്ള ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള ഒരു സാധാ പച്ച മനുഷ്യൻ ഇന്ന് ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ആ ദൈവം ഞാനും നിങ്ങളും സേവിക്കുന്ന നമ്മുടെ ദൈവം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും, ഒന്നുകൂടെ തിരുത്തി പറയാം, ഞാൻ പറയുമ്പോൾ മഞ്ഞും മഴയും അയക്കുന്ന നിലയിൽ, ഞാൻ പറയുമ്പോൾ ആകാശവാതിൽ തുറക്കുന്ന നിലയിൽ, ഞാൻ പറയുമ്പോൾ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന നിലയിൽ, ഞാൻ പറയുമ്പോൾ തടവറകൾ പൊളിക്കുന്ന നിലയിൽ, ഞാൻ പറയുമ്പോൾ തീയുടെ ബലം കെടുക്കത്തക്ക നിലയിൽ, ഞാൻ പറയുമ്പോൾ യോർദാൻ പിരിയത്തക്ക നിലയിൽ, ഞാൻ പറയുമ്പോൾ ചെങ്കടൽ വറ്റത്തക്ക നിലയിൽ എന്റെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. Holy Ghost in the name of Jesus. വിശ്വസിക്കുന്നുണ്ടോ? ഈ നിലയിലാകുന്നു ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യുന്നത്, ഈ ഉറപ്പിലാകുന്നു ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യുന്നത്, ഈ നിലയിലാകുന്നു ഒരു ആത്മീയന്റെ ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യുന്നത്. പ്രവാചകാത്മക നിലപാടുകൾ. പ്രവാചകാത്മാവ് ഉണ്ടവൻ എന്ന് പറഞ്ഞ് കരയാതിരിക്കുകയല്ല, പ്രവാചകാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ് നിരാശപ്പെടാതിരിക്കുകയല്ല. പക്ഷെ അവനെ ബലപ്പെടുത്തുന്ന ഒരു അസാധാരണ ദൈവകൃപ ഇറങ്ങി വരും, ഒരു അസാധാരണ ദൈവകൃപ ഇറങ്ങി വരും, ഒരു അസാധാരണ ദൈവകൃപ ഇറങ്ങി വരും, ഒരു അസാധാരണ oh my God ruha remana darga shandara thara artha janadar khamana shandana. എനിക്ക് ആത്മാവിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു. ഞാൻ പറയുമ്പോൾ നിരാശകളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവകൃപ, ഞാൻ പറയുമ്പോൾ മടുപ്പിനെ മാറ്റുന്ന ഒരു ദൈവകൃപ, ഞാൻ പറയുമ്പോൾ അബ്ബാ എന്താ ഈ സാധനം എന്നെ ഇങ്ങനെ ചുറ്റി പിടിച്ചേക്കുന്നേ എന്ന് അകത്തുനിന്നുള്ളൊരു ദീനരോധനം പുറപ്പെടുമ്പോൾ തന്നെ അതിനെ റിമൂവ് ചെയ്ത് നിന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു ദൈവ കൃപയെ കുറിച്ചത്രേ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ്, ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ്, ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നതാ. Come on, receive your blessings now. Receive your blessings now. Ruha seketama Holy Ghost. Libredi konto sekredima anta. Lebroko sekredima hazi. In the powerful name of Jesus. ഞാനിത് റിലീസ് ചെയ്യാൻ പോകുവാണ്, ഞാനിത് റിലീസ് ചെയ്യാൻ പോകുവാണ്, ഞാനിത് റിലീസ് ചെയ്യാൻ പോകുവാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ സ്വീകരിക്കുക. കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് നാല് ദിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതൽ വളർന്നു പോകേണ്ട സ്ഥലങ്ങളാ, ദിശകളാ, ദിക്കുകളാ. ആ ദിക്കും ദിശയും അടച്ചു വെച്ച സകല കെട്ടുകളും ഇന്ന് പകൽ യേശു നാമത്തിൽ ബ്രേക്ക് നൗ. റുഹസബകതമ idoroti malacha suko esalmi a spirit in the name of Jesus. The power of the Holy Ghost. Ruhima si anteria rekamatamo si andara. Come on, come on. ആത്മാവിൽ ഒന്ന് റിസീവ് ചെയ്യുക, ആത്മാവിൽ റിസീവ് ചെയ്യുക. In the mighty name of Jesus. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഒന്ന് റിസീവ് ചെയ്യുക, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ റിസീവ് ചെയ്യുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ വാഗ്ദത്തം, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മിനിസ്ട്രി, അതിനെതിരെ നിൽക്കുന്ന സകലതും ബ്രേക്ക് ആകാൻ പ്രാർത്ഥിക്കുക, ബ്രേക്ക് ആകാൻ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ,
ഞാൻ എൻ്റെ ഒരു കൽപ്പനയ്ക്ക് ഭയങ്കര വിലയുണ്ട്. എൻ്റെ കൽപ്പനയ്ക്ക് ഭയങ്കര വിലയുണ്ട്. എൻ്റെ ഒരു കൽപ്പനയ്ക്ക് ഭയങ്കര വിലയുണ്ട്. ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഭയങ്കര വിലയുണ്ട്. എന്നെ കൊണ്ടൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഭയങ്കര വിലയുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, അവനാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്ന വാക്കിനും ഭയങ്കര വിലയുണ്ട്. ഏതെടുക്കണം? Choice is yours. Choice is yours. യേശു നാമത്തിൽ ഞാൻ ആത്മാവിൽ ഞാൻ രണ്ടാമത് പറഞ്ഞതെടുക്കും. എൻ്റെ ദൈവത്താൽ ഇത് അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കാൻ പോകുക. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്ങിന്റെ വാതിലുകൾ തുറക്കട്ടെ. നന്മയുടെ വാതിലുകൾ തുറക്കട്ടെ. സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ. കൃപാവരങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. എല്ലാ സ്പിരിച്വൽ ഡ്രൈനസ് ബ്രേക്ക്. എല്ലാ ഈവിൾ അറ്റാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. എല്ലാ ഇരുട്ടിന്റെ തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, മായാജാലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ in the mighty powerful name. He called Robosa Matika Liketa Rusa power Yehova Shekena Limaruka Santalaba. ഞാൻ ആത്മാവിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയാം, ചില വീടുകൾക്കകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നു. ചില വീടുകൾക്കകത്ത് ദൈവത്തിന്റെ പ്രകാശം. നിന്നെ കാണാൻ ഒരു രക്തബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി പോലും കയറി വന്ന് കാണുകയില്ല. ആമേൻ. മാസം ഒന്നായിട്ട് നിങ്ങളെ തേടി ആരും വന്നിട്ടുണ്ടാകത്തില്ല, നിങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്ക്, ഈ പ്രേയറിന്റെ മധ്യത്തിൽ കർത്താവ് എന്നോട് പറയുന്നു, ദൈവത്തിന്റെ പ്രകാശം സന്ദർശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരും ആദമിനെ തേടി വരാനില്ല. പക്ഷേ എല്ലാ ദിവസവും വെയിലാറുമ്പോ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദാമേ നീ എവിടെ? നിയോഗത്തിന്റെ ചീട്ടും വാങ്ങി കപ്പൽ കയറിയ യോന വഴിതെറ്റിപ്പോയപ്പോ, അല്ല മനഃപൂർവമായി വഴി തെറ്റിപ്പോയപ്പോ ദൈവം ചോദിച്ചൊരു ചോദ്യം, യോനായേ നീ എവിടെ? ഞാൻ എവിടെ എന്ന് തേടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ എവിടെയെന്ന്, ഇന്നലെ വരെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് നിങ്ങൾ എവിടെയെന്ന്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീര്യം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. കമോൺ, യേശുവിന്റെ നാമത്തിൽ ആരെയോ കർത്താവ് തേടുന്നു. ആരെയോ ഈ ഒരു ഡെലിവറൻസിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. ആരെയോ ഇന്നൊരു വിടുതലിനായി കർത്താവ് കൊണ്ടുവരുന്നു. റിസീവ് യുവർ ബ്ലെസ്സിങ്സ് നൗ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സകല ആത്മീയ ബന്ധനങ്ങളും അഴിയട്ടെ. സകല സാമ്പത്തിക ബന്ധനങ്ങളും അഴിയട്ടെ. ഭൗതികത്തിലെ കെട്ടുകൾ അഴിയട്ടെ. ആത്മീയത്തിലെ കെട്ടുകൾ അഴിയട്ടെ. കുടുംബജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ സ്പിരിച്വൽ ഡ്രൈനസും മാറട്ടെ. എല്ലാ വിച്ച്ക്രാഫ്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ break. I command in the name of Jesus of Nazareth. Ikamona risanti makona in the powerful name of Jesus. അത്ഭുതത്തിന്റെ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാ മഹത്വവും, എല്ലാ മാനവും, എല്ലാ ആരാധനയും, എല്ലാ സ്തുതി സ്തോത്രവും യേശുവിനാ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവ് വിടുതൽ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിടുതൽ തന്നിരിക്കുകയാണ്. സ്വർഗീയമാകുന്ന അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.